നമസ്തേ. ഇന്ന് നമ്മൾ ഒരു പ്രേക്ഷകനാണ് നമുക്ക് നേരിട്ട് വിളിച്ച് വാട്സപ്പിൽ ഇതുപോലെ സജഷൻ ജാതകം നോക്കി തരാൻ വേണ്ടി പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് നമുക്ക് സംസാരിച്ച് നോക്കാം. ഡയറക്റ്റ് കോള് തന്നെയാണ്. അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ നമ്പർ നോക്കട്ടെ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന തരത്തിലൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കോള് എവിടുന്നാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാം. നമസ്തേ. എന്തായിരുന്നു പേരെന്തായിരുന്നു? പേര് വിമൽ കുമാർ. വിമൽകുമാർ. എവിടുന്നാ വിളിക്കുന്നത്? ഇത് കേരള കൊല്ലം പയ്യനാട്. കൊല്ലത്തു നിന്നാണ് അല്ലേ? കൊല്ലം പയ്യനാട്. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും ഒരു റെക്കോർഡഡ് വീഡിയോ പോലെയാണ് ചെയ്യുന്നത് ഞാൻ. നമുക്ക് അത് ഡീറ്റെയിൽ ഒന്ന് നോക്കാം. നമുക്ക് എന്തിനെ കുറിച്ചായിരുന്നു അറിയേണ്ടത്? ഈ ജാതകൻ ഇതുവരെ ദുരിതപൂർണമായ ജീവിതമാണ്. അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട് ഈ ജാതകന്റെ ഇനിയുള്ള ബാക്കി ജീവിതത്തിലേക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്ന ഏജ് എത്രാമത്തെ വയസ്സിലുണ്ടാവും? ഇതാണ് സാർ അറിയേണ്ടത്. ഓക്കെ. നിങ്ങളുടെ തന്നെ ജാതകമല്ലേ? അതാണ് സാർ. വിമൽകുമാർ നിങ്ങൾ തന്നെയാണല്ലോ അല്ലേ? ഓക്കെ. അതെ സാർ, ഞാൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എനിക്ക് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒന്ന് പറഞ്ഞാൽ നന്നു. 23/4 1982 അല്ലേ? ഓക്കെ. സമയം വെള്ളിയാഴ്ച രാവിലെ 10:30 രാവിലെയാണ് അല്ലേ? കൊല്ലം ജില്ല അല്ലേ? അതെ, കൊല്ലം വയനാട്. ഓക്കെ. വിമൽകുമാറാണ് അല്ലേ? അതെ, വിമൽകുമാർ. വെള്ളിയാഴ്ചയാണ്, ശരിയാണ്. അശ്വതി നക്ഷത്രമാണ് അല്ലേ? അശ്വതി നക്ഷത്രം 1-ാം പാദമാണ്. അമാവാസിയാണ് തിഥി. പിതാവും മാതാവിനും ബുദ്ധിമുട്ടുണ്ടാവും അമാവാസിയിലൊക്കെ, ചില ആളുകൾക്ക്, എല്ലാവർക്കും അല്ല. ചന്ദ്രനും ഇപ്പം ഇതിൽ നോക്കാം, നമുക്ക് ജാതകത്തിലേക്ക് പോകുമ്പോഴാണ് അറിയുള്ളൂ. മിഥുന ലഗ്നമാണ് അല്ലേ? മിഥുന ലഗ്നത്തില് രാഹു നിൽക്കുന്നുണ്ട്. മിഥുന ലഗ്നവും രാഹുവും തമ്മിൽ, ലഗ്നം 12 ഡിഗ്രിയാണ്, രാഹു 23 ഡിഗ്രിയാണ്. 13 ഡിഗ്രി 12, 10, 22, 11 ഡിഗ്രിയോളം ഗ്യാപ്പേ ഉള്ളൂ രാഹുവിന്. ലഗ്നത്തിന് രാഹു നിൽക്കുന്നത് നന്നല്ല. മാത്രമല്ല, ലഗ്നത്തിലേക്ക് ശനിയുടെ 10ാം ദൃഷ്ടിയുണ്ട്. 10ാം ദൃഷ്ടി ശനിയുടെ വരുമ്പോൾ 24 ഡിഗ്രിയിലെ ശനിയും, അതേ ഒരേ ഡിഗ്രിയിലെ രാഹുവിനെ ശനിയും നോക്കും. അതുപോലെ തന്നെ രാഹുവിൻ്റെ ബന്ധവും വരും അല്ലേ? 10 ഡിഗ്രിക്കുള്ളിൽ. അതായത് ഓരോ പാപഗ്രഹങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ലൈഫിൽ ഡാർക്ക്നെസ്സും കൂടും. അതൊരു ചെറിയ കാര്യം തന്നെയാണ്. ഇപ്പം ലഗ്നത്തിന് തമസ് വന്ന പോലെ തന്നെ ലഗ്നാധിപന് രവിചന്ദ്ര യോഗമാണ്. അമാവാസി ചന്ദ്രനും സൂര്യനും ചേർന്ന് ഈ ബുധനും കെട്ടുപോയി കിടക്കുകയാണ്. മാത്രമല്ല, ബുധന് ചൊവ്വയുടെ അഷ്ടമദൃഷ്ടിയാണ്. ചൊവ്വയുടെ അഷ്ടമദൃഷ്ടി, ചൊവ്വ എങ്ങനെയുള്ള ചൊവ്വയാണ്? ശനിയുമായി യോഗം ചെയ്ത ചൊവ്വയുടെ അഷ്ടമദൃഷ്ടിയാണ്. എന്താണ് നിങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആ ഗുരു 5-ൽ നിന്നിട്ട് ലഗ്നത്തിനെയും ലഗ്നാധിപനെയും നോക്കുന്നു എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. മറ്റെല്ലാ രീതിയിലും ലഗ്നാധിപനും പാപത്വമാണ്. ലഗ്നത്തിനും രാഹുവിൻ്റെയും ശനിയുടെയും ചൊവ്വയുടെയും ബന്ധം ലഗ്നാധിപനെ, അതുപോലെ അമാവാസി ചന്ദ്രൻ, ഇതിൽ 2 ശനി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. 2 ഗുരു എന്ന് പറഞ്ഞിട്ട്, അത് പൗർണമി ചന്ദ്രനായിരുന്നു. ഇത് ശരിക്കും 2 ശനിയുള്ള ജാതകം, പൂർണ്ണമായ അമാവാസി വന്ന ജാതകമാണ്. പൂർണ്ണമായ അമാവാസി വന്ന ജാതകമാണ്. ഗുരുവിൻ്റെ ദൃഷ്ടിയാണ് ഒരു പരിഹാരം. ഗുരു ശുക്രനെയും നോക്കുന്നുണ്ട്, ബുധനെയും നോക്കുന്നുണ്ട്, ലഗ്നത്തിലേക്ക് നോക്കുന്നുണ്ട് എന്നുള്ളത് ദൈവാധീനം, ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 43 വയസ്സ് 9 മാസം 13 ദിവസമായി അല്ലേ? ഈ മിഥുന ലഗ്നക്കാർക്ക്, കന്നി ലഗ്നക്കാർക്കും വരാൻ പാടാത്ത ദശയാണ്
അത് ഏതാണെന്നറിയാലോ? അറിയോ? അറിയില്ല സാർ. ചൊവ്വാദശ. ചൊവ്വാദശ, ഓക്കെ. മിഥുന ലഗ്നക്കാർക്കും കന്നി ലഗ്നക്കാർക്കും ചൊവ്വയുടെ ദശ ഗുണം ചെയ്യില്ല. അത് കഴിഞ്ഞു പോയോ അതോ ഇനി വരാൻ കിടക്കുന്നു? ഇപ്പോൾ 7.5 ശനി സമയമാണ്. നല്ല ദശയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിക്കില്ല. മോശം ദശയാണെങ്കിൽ അതിൻ്റെ കുറച്ചൊരു ഗാഠത അല്ലെങ്കിൽ ഹാർഡ്നെസ് ഉണ്ടാവും. ഇപ്പോൾ നടക്കുന്നത് ചൊവ്വ തന്നെയാണ്. 12/2/2025 മുതൽ 13/2/2032 വരെ മിഥുന ലഗ്നക്കാർക്ക്, മിഥുനം കന്നി ലഗ്നക്കാർക്ക് 6-8 ഭാവാധിപനായ ചൊവ്വയുടെ ദശ ഗുണം ചെയ്യില്ല. ചൊവ്വാദശ നിങ്ങൾക്ക് കാര്യങ്ങൾ ഗുണം ചെയ്യില്ല. സൂര്യ നിങ്ങൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ യോഗദശ 26 വയസ്സോടുകൂടി ജാതകത്തിലെ യോഗദശകളൊക്കെ കഴിഞ്ഞു. 26 വയസ്സും 9 മാസത്ത് വരെ ഉണ്ടായിരുന്ന സുഖം പിന്നെ ഉണ്ടായിട്ടില്ല. ശരിയല്ലേ? പിന്നെ ആ സൂര്യനും ചന്ദ്രനും എല്ലാം നിങ്ങൾക്ക് മോശമാണ്. ചൊവ്വ വളരെ മോശമാണ്. ചൊവ്വയും ഒട്ടും നന്നല്ല. 2032 വരെ നിങ്ങൾക്ക് അനുകൂലമല്ല, ഒട്ടും അനുകൂലമല്ല. ചൊവ്വാദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുന്നത്. ചൊവ്വാദശയിൽ രാഹു എന്ന് പറയുന്നതും ഇതുപോലെയൊക്കെ തന്നെയാണ്. ചൊവ്വാദശ നിങ്ങൾക്ക് പൊതുവെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അത് ഈ 4ാം ഭാവത്തിലെ ചൊവ്വാശനി വരുന്നത് വിദ്യാഭ്യാസത്തിനെ പോലും കേടുവരുത്തുന്ന സാധനമാണ്. വിദ്യാഭ്യാസത്തിനെ കേടുവരുത്തി എല്ലാ കാര്യങ്ങളും. അതായത് ആ ശുക്രദശ മാത്രമാണ് ഒരു ചെറിയ 26 വയസ്സ് 9 മാസം വരെയുള്ളൊരു സമയം. അത് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് രാഹുവിൻ്റെ ദശ കുറച്ചൊരു ഗുണം ഉണ്ടാവും. കാര്യം ഗുരുദൃഷ്ടി വാങ്ങിച്ച രാഹുവാണ്. ഗുരുദൃഷ്ടി വാങ്ങിച്ച രാഹുവാണ്. ബുധനെ പോലെ ജോലി ചെയ്യുന്ന രാഹുവാണ്. ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിലും ഒരേ ഡിഗ്രിയിൽ ശനി നോക്കുന്നത് നന്നല്ല. ഒരേ ഡിഗ്രിയിൽ ശനി നോക്കും, പക്ഷെ കുറച്ച് ദൂരെ നിന്നാണെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി നല്ലതാണ്. 23 ഡിഗ്രി 12 ഡിഗ്രി ഏകദേശം 11 ഡിഗ്രിയിൽ ഗുരുവിൻ്റെ ഒരു ദൃഷ്ടി രാഹുവിന് വരുന്നത് നല്ലതാണ്. അപ്പോൾ രാഹുദശ കുറച്ചൊരു ഗുണം ചെയ്യും. രാഹുദശ വരെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ജാതകത്തിൻ്റെ പൊതു സ്വഭാവം ഇതാണ്. മാതാവിനും പിതാവിനും ഒക്കെ സൂര്യദശയിൽ പിതാവിന്, ചന്ദ്രദശയിൽ മാതാവിനൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ചന്ദ്രദശ അതിന് കാരണം ഇതാണ്. ഒന്ന് അമാവാസിയായിപ്പോയി. പിന്നെ 4ാം ഭാവത്തിൽ നല്ല കേട് വന്നു. 4ാം ഭാവത്തിലെ മാതാവിൻ്റെ ഭാവം കൂടിയാണ്. അതായത് ചൊവ്വ ശനി നിൽക്കുന്നത് എല്ലാ സുഖങ്ങളെയും കെടുത്തി കളയും. സുഖം കംപ്ലീറ്റ് കെട്ടുപോകും. സുഖഭാവം കൂടിയാണ് 4ാം ഭാവം. അപ്പം മാതാവ് വീടും വണ്ടി വാഹനത്തിനൊക്കെ തടസ്സം വരുന്ന തരത്തിലാണ് ജാതകം ഉള്ളത്. എന്നെല്ലാം തടസ്സം വരും. പക്ഷെ രാഹു ദശ നിങ്ങൾക്ക് കുറച്ച് നന്നാവും. നിങ്ങൾ ആ ശുക്രദശയുടെ അത്ര ഗുണം ചെയ്യില്ലെങ്കിലും രാഹു ദശ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അത് കഴിഞ്ഞ് വരുന്ന ഗുരുദശയും വലിയൊരു ദോഷം ചെയ്യില്ല. പക്ഷെ അതുവരെ 49 വയസ്സ് വരെ, ഏകദേശം 49 വയസ്സ് 9 മാസം വരെയുള്ള ചൊവ്വാദശ നിങ്ങൾക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. മാത്രമല്ല ഇപ്പോൾ 7.5 ശനി സമയമാണ്. ഈ 7.5 ശനി ശരിക്കും നല്ലൊരു അനുഭവമാണ്. നല്ലൊരു അനുഭവമായിരിക്കും ജീവിതത്തിൽ. സാർ ഒരു കാര്യം പറയട്ടെ, സാർ പറഞ്ഞത് വളരെ റൈറ്റ് ആണ്. ഏതൂർ മോശമായിരുന്നു, പിന്നെ വന്ന ശുക്രനാണ് നിൽക്കട്ടെ, ചന്ദ്രനും ആദിത്യനും എല്ലാം മോശമായിരുന്നു. ഇതിൻ്റെ അകത്ത് ശുക്രൻ മാത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്തെങ്കിലും ഡാൻസോ പാട്ടോ അല്ലെങ്കിൽ സിനിമയോ കാണത്തക്ക രീതിയിൽ എന്നെ സഹായിച്ച ഗ്രഹം ശുക്രൻ മാത്രമാണ് സാർ. കറക്റ്റ് ആണ് സാർ. യെസ് സാർ, യെസ് സാർ. ബാക്കിയെല്ലാം ദുരിതപൂർണ്ണമായിരുന്നു. ദുരിതപൂർണ്ണമാണ്. അതങ്ങനെ ജാതകം അങ്ങനെയാണ്. ഇത് ഈ വളരെ ഒരു ജാതകത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. 4ാം ഭാവം കെട്ട് ലഗ്നം കെട്ടാൻ പാടില്ല. നമ്മൾ ഇത് ലഗ്നം കെട്ടുപോയാലേ നമുക്ക് ഫലം കുറഞ്ഞു നിൽക്കും. ലഗ്നവും കെട്ടു, ലഗ്നാധിപനും കെട്ടു. ലഗ്നാധിപന് അമാവാസി ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും യോഗം വന്ന് പൂർണ്ണമായ പാപനായി. സൂര്യൻ ഉച്ചനാണ്, പക്ഷെ അമാവാസി ചന്ദ്രൻ്റെ യോഗം വന്നതും ചൊവ്വയുടെ അഷ്ടമദൃഷ്ടി വരുന്നതും നന്നല്ല. ഈ മിഥുനം കന്നി ലഗ്നക്കാർക്ക് ചൊവ്വയുടെ ദൃഷ്ടിയോ യോഗമോ വരുന്ന ഒന്നും വലിയ ഗുണം ചെയ്യില്ല. അതിപ്പോൾ ആ ശനിദശ വരുമ്പോഴും ഈ പ്രോബ്ലം ചെയ്യും. ശനി യഥാർത്ഥത്തിൽ 9ാം ഭാവാധിപനാണ്. പക്ഷെ ചൊവ്വായോഗം ചെയ്ത് നിൽക്കുന്ന ശനിദശ നന്നാവില്ല. അത് വരെയുള്ള രാഹുദശയും ഗുരുദശയും നിങ്ങൾക്ക് നല്ലതായിരിക്കും. വലിയ കുഴപ്പമുണ്ടാവില്ല. ശുക്രദശ പോലെ വരില്ല, പക്ഷെ കുറച്ചും കൂടി നല്ലതായിരിക്കും. രാഹുദശ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാവും. അതെ സാർ. സാർ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? പറഞ്ഞു. അപ്പൊ ഇത് മാരേജ് കഴിക്കാതിരിക്കുന്നതാണോ സാർ നല്ലത്? ഈ ചൊവ്വാദശയിൽ മാരേജ് ഒന്നും നടക്കില്ല.
താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം സാർ. അതോടെ ഇപ്പൊ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മാറി. ചൊവ്വാദശ നടക്കില്ല. ഓക്കെ, ചൊവ്വാദശയിൽ നടക്കില്ല, നടക്കണ്ട സാർ. നടന്നു കഴിഞ്ഞാൽ പടി പിടിയാവുമായിരിക്കും. നല്ല ബുദ്ധിമുട്ടാണ്. സുഖം അനുഭവിക്കില്ല ചൊവ്വയിലേ, സുഖം അനുഭവിക്കില്ല. സുഖം അനുഭവിക്കാനുള്ള അവസ്ഥയില്ല. കാര്യം 11ാം ഭാവത്തിന്റെ 6 നിൽക്കുന്ന ചൊവ്വ 11ാം ഭാവം ഒരു ലാഭവും തരില്ല. 11ാം ഭാവത്തിന്റെ ഒരു ഗുണവും തരില്ല. മനസ്സിലായി സാർ. കറക്റ്റ് ആണ് സാർ. ഞാൻ ഫൈറ്റ് ചെയ്യാം സാർ. അത്രേ പറ്റും. ഫൈറ്റ് ചെയ്ത് അത് മറികടക്കണം. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഞാൻ സാർ ഒരു കാര്യം കൂടി പറയാം. ഒരു പെൺകുട്ടിയായത് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പക്ഷെ അത് ഇപ്പൊ ഭയമാണ് സാർ. അവര് വിളിച്ചാൽ പോലും ഞാൻ പോകത്തില്ല. കാരണം അവർ വിളിച്ചാൽ പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അകത്തായി പോകും. ഇപ്പൊ എന്നാലും സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളത് കൊണ്ട് വളരെ ഡേഞ്ചറാണ്. കാരണം ഭയന്ന് പോയി ഇപ്പൊ. കാരണം ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ലവ് ആയിരുന്നു, സ്നേഹമായിരുന്നു. പക്ഷെ അത് ചീറ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ തോന്നുന്നത്. അവർ എന്നെക്കാട്ടി എഡ്യൂക്കേഷനൊക്കെ മുകളിലാണ്. പക്ഷെ അവർക്ക് എന്നെ ഒരു കോമാളിയാക്കുന്ന രീതിയിലാണ് ഇതുവരെ കാട്ടിയതാണ് എന്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഇത് ചെന്നിൽ പോകത്തില്ല സാർ. കാരണം വളരെ ഭയമായി ഉള്ളിൽ. സാർ അതെ. ചൊവ്വാദശ പൊതുവെ 5ാം 7ാം ഭാവാധിപൻ ബലമാണെങ്കിലും ചൊവ്വാദശയിൽ നടക്കില്ല. ചൊവ്വാദശ നിങ്ങൾക്ക് അനുകൂലമല്ല. ബുദ്ധിമുട്ടുകളേ ഉണ്ടാവുള്ളൂ. കേസ്, വഴക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. ഒരു കാര്യങ്ങളുടെ സൗഹൃദങ്ങളിലൊന്നും ഗുണം ചെയ്യില്ല. ചൊവ്വാദശ കഴിഞ്ഞിട്ട് വരുന്ന രാഹുർദശയിൽ ഗുണങ്ങളുണ്ടാവും. രാഹുർദശയും ഗുരുദശയും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ചൊവ്വ കഴിയുന്നത് വരെ ഈ ജാതകത്തിന് ഗുണമില്ല. അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും കെട്ടത്. ഈ ചൊവ്വ നാശം തരാൻ വേണ്ടിയാണ് സൂര്യദശയും ചന്ദ്രദശയും നിങ്ങൾക്ക് നല്ല മോശം വന്നതും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതും ഒക്കെ ഈ ചൊവ്വയ്ക്ക് വേണ്ടിയാണ്. ചൊവ്വ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടണം. കാര്യം 9ാം ഭാവാധിപനായ ശനിയും 4ാം ഭാവത്തിൽ ചൊവ്വായോഗം ചെയ്ത് നിൽക്കുന്നത് മാതാവിനും പിതാവിനും നഷ്ടമാണ്. മാതാവിനും പിതാവിനും നഷ്ടം. നിങ്ങൾക്ക് സുഖങ്ങൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആവും വേണം. അതിനു വേണ്ടിയാണ് അങ്ങനൊരവസ്ഥ ഉണ്ടായത്. അത് കഴിഞ്ഞ് വരുന്ന രാഹുർദശയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുള്ളൂ. അതുവരെ മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. വിഷ്ണുവിന് സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. ലഗ്നത്തിലേക്ക് ഗുരുദൃഷ്ടി ഉള്ളത് ദൈവാധീനം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അത് സാർ പലയിടത്തും എന്നെ ആൾക്കാർ അടിക്കാനും വിളിക്കാനും എന്നെ ഭഗവാനാണ് രക്ഷിച്ചത്. അതെ 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 സാർ. ഞാൻ നിരപരാധിയാണ് സാർ. അതുകൊണ്ടാണ്. കാരണം ഒരു വ്യക്തി ചെയ്തിട്ടില്ല. പക്ഷെ അടിക്കാനും വിളിക്കാനും അവൻ ഒരു മടയനാന്നും ഒക്കെ മുദ്ര കുത്തിയ സമയത്ത് ഈശ്വരനാണ് ഭഗവാൻ അങ്ങനെ രക്ഷിച്ചത്. ഒത്തിരി സന്തോഷം സാർ. അതെ സാർ. അതെ സാർ. ഓക്കെ ഓക്കെ, സത്യമാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്തായാലും ഈ രാഹുർദശ വന്നാൽ നിങ്ങൾക്ക് അനുകൂലമാകും കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഉള്ള പോലെ അങ്ങോട്ട് പോട്ടെ ജീവിതം. പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം ഒന്നാമത്തെ 7ര ശനിയാണ്. അപ്പോൾ 7ര ശനി കഴിയുമ്പോഴേക്കും രാഹുർദശ തുടങ്ങും. അപ്പോൾ 7ര ശനി കഴിയലും രാഹുർദശ തുടങ്ങലും ഏകദേശം ഒരേ സമയത്താണ്. അപ്പോൾ അത് മുതൽ നിങ്ങൾക്ക് 7ര ശനി കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുർദശ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അനുകൂലമായിരിക്കും. എന്തായാലും ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല സാർ. വളരെയധികം ഹൃദയം തറഞ്ഞു സാർ. മറുപടി തന്നല്ലോ സാർ. അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു സാർ. എല്ലാം നഷ്ടപ്പെട്ടു പോയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് വേദനയുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ കുഴിച്ചും ചാടിപ്പോയാൽ പിടിച്ച് അകത്താക്കി കഴിഞ്ഞാൽ നിരപരാധി. അപ്പൊ നിരപരാധി എന്ന് നോക്കത്തില്ല. പോലീസുകാർ ഇടിച്ച് ശരിയായി കളയും. അപ്പൊ ഒന്നും വേണ്ട. കേസ്, വഴക്ക്, കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ പോവരുത്. ഇപ്പൊ അറിഞ്ഞ് ജീവിക്കുക. കാര്യം 6ാം ഭാവാധിപന്റെ ദശയാണ്. അത് അഷ്ടമാധിപന്റെ കൂടെ നിന്ന് 4 നിന്ന് നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും പോവരുത് കേട്ടോ. ഇല്ല സാർ. ഇല്ല ഇല്ല. ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട് സാർ. ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട് സാർ. ഓക്കെ സാർ. താങ്ക് യു. ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഒരു കാര്യം എടുത്ത് വെച്ചോട്ടെ. സ്ഥലം? ഞാൻ ഷൊർണൂരാണ്. വീട് ഷൊർണൂരാണ്. ഷൊർണൂരാകുമ്പോ എറണാകുളം? എറണാകുളത്തുനിന്ന് തൃശ്ശൂര് ഷൊർണൂര്. താങ്ക് യു സാർ. ഓക്കെ. താങ്ക് യു. ഓക്കെ സാർ. താങ്ക് യു വെരി മച്ച്. നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്. ഞാനിതൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ ഇടും കേട്ടോ. ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ കാണുന്നുണ്ട്. എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ. അപ്പം നമസ്തേ. നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചതാണ്. ലൈവ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രോഗ്രാം ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സമയം മിഥുന ലഗ്നക്കാർക്കും കന്നി ലഗ്നക്കാർക്കും മോശമായിട്ടുള്ള ചൊവ്വാദശ നടക്കുക, മാത്രമല്ല അമാവാസി ചന്ദ്രൻ, അതുപോലെ
ഗുരുവിൻ്റെ ഒരു ദൃഷ്ടി ലഗ്നാധിപനും ലഗ്നത്തിനും വന്നു എന്നുള്ള ഒരു ശുഭത്വം മാത്രമാണ് ജാതകത്തിൻ്റെ ഗുണം. മറ്റത് ശുക്രദശ കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് ദശകളാണ് ജാതകത്തിലെ ജീവിതത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുക. ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാവുക എന്ന് എനിക്കറിയില്ല. പലരും ശ്രദ്ധിക്കാത്തതാണ്. യോഗങ്ങളാണ് തീരുമാനിക്കുക. ആ യോഗമുണ്ട്, കേസരി യോഗമുണ്ട്, മറ്റ് മാളവ്യ യോഗമുണ്ട്, അങ്ങനെയൊന്നും നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മൊത്തം തെറ്റിപ്പോകും. ജീവിതത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുന്നത് ദശകളും അപഹാരങ്ങളുമാണ്. ഏത് ദശ, ഏത് ലഗ്നം, അതിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ചായിരിക്കും ജാതകത്തിൻ്റെ പ്രഡിക്ഷൻ വരിക. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വരാൻ പാടാത്ത ദശ. അതേ സമയത്ത് തന്നെ ഗോചരം നോക്കണം. ഗോചാരത്തിൽ അദ്ദേഹത്തിന് ചൊവ്വയ്ക്ക് ഇപ്പൊക്കെ മോശം സമയമാണ്. കാര്യം ചൊവ്വയ്ക്ക് ഈ രാഹുബന്ധവും ശനിബന്ധവും വരാൻ കിടക്കുകയാണ്. അപ്പോൾ ദശാനാഥന് പാപത്വം വരുന്നത് നന്നല്ല. അതുപോലെ തന്നെ ഗോചരത്തിൽ അഷ്ടമശനി, ഏഴരശനി പോലുള്ള കാര്യങ്ങളും നന്നല്ല. ഈ സമയത്ത് നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല, മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്നതിനുള്ള റിയൽ തെളിവാണ് ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയത്.